ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് നമ്പർ 5 ഹൂ ഈസ് അവർ നെയ്ബർ എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ മാഷ് നമുക്ക് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് എടുത്തത്. കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇംഗ്ലീഷിൽ ഈ ഭാഗം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പുതിയ ഒരു അയൽക്കാർ ലിസിക്കും സാമിനും വരികയാണ്. അങ്ങനെ അവർ കൗതുകത്തോടു കൂടി ആ അയൽക്കാരെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്ക് 106 പേജ് നമ്പർ 106ഉം 107 ഈ 2 പാസേജുകളാണ് നമുക്കെടുത്തത്. നമ്മളോട് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ടുഡേയ്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു തന്നത് 2 പ്രവർത്തനങ്ങളാണ്. ഒന്ന്, റീഡ് ദി പാസേജസ് ഇൻ പേജ് നമ്പർ 106 ആൻഡ് 107. 2, കംപ്ലീറ്റ് ദി ആക്ടിവിറ്റി ഇൻ പേജ് നമ്പർ 118. മൂന്നാമത്, മാഷ് പാടി തന്നൊരു പാട്ടുണ്ട്, ആ പാട്ട് സോങ് പാടാൻ. ഇങ്ങനെ 3 പ്രവർത്തനങ്ങളാണ് നമ്മോട് ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് ഈ 2 പ്രവർത്തനങ്ങൾ ആദ്യം നോക്കാം. ആദ്യം നമ്മൾ പേജ് നമ്പർ 106ലെയും 107ലെയും എന്നെടുത്ത പാസേജ് നമുക്ക് അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് വായിച്ചു നോക്കാം. 106ലെ പിക്ചറാണ് ഈ കാണുന്നത്. ഈ പിക്ചർ എന്താണ് എന്ന് മാഷ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അതിന് താഴെ ഇതാ ഈ പാസേജ് ഉണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലുക്ക് എ ഫുട്ബോൾ. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ വിത്ത് ദാറ്റ് ബോയ്. സാം വാസ് cheerful. Why? I too play football at school, said Lizzie. Wow, look, a toy car, said Sam. Yes, it's beautiful. Lizzie liked it. We can play with them, Lizzie said. നമുക്കൊരു ആശയം നോക്കാം. ലുക്ക് എ ഫുട്ബോൾ. നോക്കൂ ഒരു ഫുട്ബോൾ. ലുക്ക് എ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നോക്കൂ ഒരു ഫുട്ബോൾ. ഈ ചിത്രം കണ്ടുകൊണ്ട് പുറത്തേക്ക് നോക്കിയിട്ടാണ് ഇതാ ഈ ഫുട്ബോൾ കണ്ടിട്ടാണ് പറയുന്നത്. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ വിത്ത് ദാറ്റ് ബോയ്. എനിക്ക് ആ കുട്ടിയുമായി, ആ ആൺകുട്ടിയുമായി ഫുട്ബോൾ കളിക്കാൻ കഴിയും. സാം വാസ് cheerful. സാം സന്തോഷവാനായി. cheerful എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ. വൈ? എന്ത്? ഐ ടു പ്ലേ ഫുട്ബോൾ അറ്റ് സ്കൂൾ. ഞാനും സ്കൂളിൽ ഫുട്ബോൾ കളിക്കുമല്ലോ. ഐ ടു പ്ലേ ഫുട്ബോൾ അറ്റ് സ്കൂൾ. ഞാനും സ്കൂളിൽ ഫുട്ബോൾ കളിക്കുമല്ലോ. സെഡ് ലിസി. ലിസി പറഞ്ഞു. വാവ്. നമ്മൾ ആവേശം കൊണ്ട് പറയാം വാവ്. ലുക്ക് എ ടോയ് കാർ. നോക്കൂ ഒരു കളിക്കാനുള്ള കാർ. എ ടോയ് കാർ. സെഡ് സാം. സാമു പറഞ്ഞു. യെസ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതെ, മനോഹരമായിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ലിസി ലൈക്ക് ഇറ്റ്. ലിസിക്ക് അത് ഇഷ്ടപ്പെട്ടു. ആ കാറ് കണ്ടപ്പോൾ ലിസിക്ക് ഇഷ്ടപ്പെട്ടു. വി ക്യാൻ പ്ലേ വിത്ത് ദം, ലിസി സെഡ്. നമുക്ക് അവരുടെ കൂടെ, വിത്ത് ദം അവരുടെ കൂടെ കളിക്കാം, ലിസി പറഞ്ഞു. അയൽപ്പക്കത്ത് നോക്കിയിട്ട് ഇവർ സ്വന്തം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ 106 പേജ് നമ്പർ 106ൽ നമ്മൾ വായിച്ച പാസേജിലുള്ളത്. ഇനി 107 അടുത്ത പേജ് നോക്കൂ. ഈ ചിത്രം നോക്കുക. പിക്ചർ നന്നായി നോക്കിയതിന് ശേഷം താഴെയുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. സാം ആൻഡ് ലിസി ലുക്ക് ഫോർ മോർ ടോയ്സ് ടു കം. Hey, did you see that? A skipping rope on the ground, Lizzie asked. I am sure there is a girl, but we both play with a skipping rope, don't we? Asked Sam. Anyhow, I am so happy that we are getting new friends, Lizzie said. Me too, said Sam. സാം നമുക്ക് ഇതിന്റെ ആശയം നോക്കാം.
Sam and Lizzie looked for more toy to come. കൂടുതൽ ടോയ്സുകൾ വരാൻ സാമും ലിസിയും നോക്കി നിന്നു. പുറത്തേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി നിന്നു. ഹേയ്, ഡിഡ് യു സീ ദാറ്റ്? നീ അത് കണ്ടോ? നീ അത് കണ്ടോ? എ സ്കിപ്പിംഗ് റോപ്പ് ഓൺ ദി ഗ്രൗണ്ട്. ചാടിക്കളിക്കാനുള്ള, സ്കിപ്പ് ചെയ്യാനുള്ള, വള്ളിച്ചാട്ടം ചാടാനുള്ള ഒരു കയറ് ആ ഗ്രൗണ്ടിൽ കിടക്കുന്നത് കണ്ടോ? ലിസി ആസ്ക്. ലിസി ചോദിച്ചു, സാമിനോട് ചോദിച്ചു. ഐ എം ഷുവർ ദർ ഇസ് എ ഗേൾ. അങ്ങനെ ഒരു സ്കിപ്പിംഗ് റോപ്പ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാകും? ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം പെൺകുട്ടികളാണല്ലോ സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിക്കാറുള്ളത്. അപ്പം ഐ എം ഷുവർ ദർ ഇസ് എ ഗേൾ, ബട്ട് വി ബോത്ത് പ്ലേ വിത്ത് എ സ്കിപ്പിംഗ് റോപ്പ്, ഡോണ്ട് വി? പക്ഷെ നമ്മൾ രണ്ടുപേരും ചാടുന്ന കയർ കൊണ്ട്, സ്കിപ്പിംഗ് റോപ്പ് കൊണ്ട് കളിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? ഡോണ്ട് വി? ഇല്ലേ? ആസ്ക് സാം. സാം ചോദിച്ചു. ആൺകുട്ടികളും കളിക്കാറുണ്ട് എന്നർത്ഥം. എനിഹൗ ഐ ആം സോ ഹാപ്പി. എനിഹൗ, എന്തായാലും ഐ ആം സോ ഹാപ്പി, ഞാൻ വളരെ സന്തോഷത്തിലാണ്. ദാറ്റ് വി ആർ ഗെറ്റിംഗ് ന്യൂ ഫ്രണ്ട്സ്. നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുമല്ലോ. നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുന്നതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ലിസി സെഡ്. ലിസി പറഞ്ഞു. മീ ടു, ഞാനും. സാം സെഡ്. സാമും പറഞ്ഞു, ഞാനും പുതിയ കൂട്ടുകാരെ കിട്ടുന്നതിൽ സന്തോഷത്തിലാണ്. നമുക്ക് കൂട്ടുകാരെ, നമ്മൾ ഈ രണ്ട് പാസേജിൻ്റെയും ആശയമാണ് ഇപ്പോൾ പറഞ്ഞത്. കൂട്ടുകാരെ, ഈ രണ്ട് പാസേജും നന്നായി വായിച്ച് നിങ്ങൾ ടീച്ചർക്ക് ആ ശബ്ദം അയച്ചു കൊടുക്കുക, അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും ചെയ്യുക. ഇനി അടുത്തതായി നമ്മോട് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി ഇൻ പേജ് നമ്പർ 118. 118-ാമത്തെ പേജിലെ ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആക്ടിവിറ്റി എന്താന്ന് നോക്കാം. ഇതാണ് ആക്ടിവിറ്റി. പ്രൊജക്റ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് പ്രൊജക്റ്റ്. നമുക്ക് എന്താ പറഞ്ഞു നോക്കാം. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഗെയിംസ് ദാറ്റ് യു നോ. നിങ്ങൾക്ക് അറിയാവുന്ന വ്യത്യസ്ത ഗെയിമുകളുടെ പിക്ചർ ശേഖരിക്കുക. ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദം ആസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം. ആ പിക്ചറുകൾ, നിങ്ങൾ ശേഖരിച്ച പിക്ചറുകൾ ഇൻഡോർ ഗെയിം ആണോ ഔട്ട്ഡോർ ഗെയിം ആണോ എന്ന് നിങ്ങൾ തരംതിരിക്കുക. ഇൻഡോർ ഗെയിം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കളിക്കുന്ന കളി, ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ പുറത്ത് കളിക്കുന്ന കളി. ഫൈൻഡ് ഔട്ട് ദി മെറ്റീരിയൽസ് നീഡഡ് ഫോർ ഈച്ച് ഗെയിം ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഓരോ ഗെയിമും കളിക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നും നിങ്ങൾ എഴുതുക. ആൾസോ റൈറ്റ് വേർ യു പ്ലേ ദീസ് ഗെയിംസ്. നിങ്ങൾ എവിടെയാണ് ഈ കളി കളിക്കുക എന്നും കൂടി എഴുതണം. ഔട്ട്ഡോറിലാണോ ഇൻഡോറിലാണോ എന്ന് നിങ്ങൾ എഴുതണം. സ്പെസിഫൈ ദി നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ഈച്ച് ഗെയിംസ് ഇഫ് യു നോ. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ ഓരോ ഗെയിമിലും, നിങ്ങൾ തിരഞ്ഞെടുത്ത കണ്ടെത്തിയ ഓരോ ഗെയിമിലും എത്ര പേർ വീതം കളിക്കും എന്ന് കൂടി നിങ്ങൾ എഴുതണം. റൈറ്റ് 2 or 3 sentences about any 2 games you like. നിങ്ങൾ ഈ ഇവിടെ എഴുതുന്ന ഈ ഗെയിമുകളിൽ നിന്നും താഴെ 1-2 ഗെയിമുകൾക്ക് 2-3 സെന്റൻസ് വീതം അതിനെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയും വേണം. ഒരു ഡിസ്ക്രിപ്ഷൻ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുകയും വേണം. ഇങ്ങനെയാണ് പ്രൊജക്റ്റ് നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കാര്യമായിട്ട് ഗെയിമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫുട്ബോളും സ്കിപ്പിങ്ങും ഒക്കെയാണ് പറഞ്ഞത്. അപ്പം ആ ഒരു വർക്ക് ചെയ്യാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഒരുപാട് ഗെയിംസ് അറിയാം. ഗെയിംസ് കണ്ടെത്തി അത് ഇവിടെ സീരിയൽ നമ്പറിൽ 1, 2, 3 എഴുതുക. ഗെയിം എന്നുള്ള കോളത്തിൽ ഗെയിമിന്റെ പേര് എഴുതുക. ഇൻഡോർ ഔട്ട്ഡോർ, ഇൻഡോർ ആണെങ്കിൽ ഇൻഡോർ എഴുതുക, ഔട്ട്ഡോർ ആണെങ്കിൽ ഔട്ട്ഡോർ എഴുതുക. തിങ്സ് നീഡഡ്, എന്തൊക്കെ സാധനങ്ങളാണ് കളിക്കാൻ വേണ്ടത് എന്ന് എഴുതുക. നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ എ ടീം, ഒരു ടീമിൽ എത്ര ആളുകൾ കളിക്കാൻ വേണം എന്ന് എഴുതുക. ഇങ്ങനെ എഴുതിയിട്ടാണ് നിങ്ങൾ ഈ വർക്ക് പൂർത്തിയാക്കേണ്ടത്. അവസാനം ഇവിടെ ഏതെങ്കിലും 2 ഗെയിമിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതുകയും ചെയ്യുക. നോക്കൂ, ഞാൻ ഇവിടെ ഇതിന്റെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കൂട്ടുകാരെ, ഇതാണ് ആ പ്രൊജക്ടിന്റെ മാതൃക. ഇവിടെ എഴുതി ആദ്യം നോക്കാം. സീരിയൽ നമ്പർ 1 ഫുട്ബോളാണ്. ഫുട്ബോൾ ഔട്ട്ഡോർ ഗെയിമാണ്. തിങ്സ് നീഡഡ്, ബാളാണ് വേണ്ടത്, ഫുട്ബോളാണ് വേണ്ടത്.
നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ എ ടീം. ഒരു ടീമിലാണ് പറഞ്ഞത്, ആകെയുള്ള ആ ആളുകളല്ല. ഒരു ടീമിൽ 7 കളിക്കും, അല്ലെങ്കിൽ 11 കളിക്കും, 11സും 7സും കളിക്കും. ഓക്കെ. അടുത്ത കബഡി, ഔട്ട്ഡോർ ആണ്. അതിന് വേണ്ടത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഗ്രൗണ്ടേ ആവശ്യമുള്ളൂ. 7 പേരാണ് ടീമിൽ, അപ്പുറത്തെ 7 പേരും ഉണ്ടാവും. സ്നേക്ക് ആൻഡ് ലാഡർ, പാമ്പും കോണിയും, ഇൻഡോർ ഗെയിമാണ്. ബോർഡും ഡൈസും ആണ് വേണ്ടത്. ഒരു ടീമിൽ ഒരാളാണ് വേണ്ടത്. ഒന്നിൽ കൂടുതൽ ആളും ആകാം, അപ്പുറത്തും ആളുണ്ടാകും. ചെസ് ഇൻഡോർ ആണ്, ചെസ് ബോർഡാണ് അതിന് വേണ്ടത്. അതിന് ഒരു ടീമിൽ ഒരാളെ ആവശ്യമുള്ളൂ. ക്രിക്കറ്റ് ഔട്ട്ഡോർ ആണ്. ബാൾ ആൻഡ് ബാറ്റ്, ബോളും ബാറ്റുമാണ് വേണ്ടത്. 11 നമ്പേഴ്സ് ആണ് ഒരു ടീമിൽ ഉണ്ടാകുന്നത്. അടുത്ത ബാഡ്മിന്റൺ, നമ്മൾ ഷട്ടിൽ എന്നൊക്കെ പറയില്ലേ, അത് ഔട്ട്ഡോർ ആണ്. ബാറ്റ് ആൻഡ് ഷട്ടിൽ കോക്കാണ് അതിന് വേണ്ടത്. ഒരാളോ 2 പേരോ, 1-2 പേരുണ്ടാകും ഒരു ടീമിൽ. അത് സിംഗിൾസും ഡബിൾസും ഉണ്ട്. ഒരാളിലാണെങ്കിൽ സിംഗിൾസ് ആവും, 2 പേരിലാണെങ്കിൽ ഡബിൾസ് ആവും. സാറ്റ്, നമ്മൾ സാറ്റ് കളിക്കാനുള്ള ഔട്ട്ഡോർ ഗെയിമാണ്. അത് പ്രത്യേകിച്ച് സാധനമൊന്നും ആവശ്യമില്ല, ഒരു എണ്ണാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായാൽ മതി. ഒന്നിൽ കൂടുതൽ ആള്, ഒരു ടീമായിട്ടാണ് കളിക്കുക. ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ആ കളി കളിക്കാം. ഇനി ആ 2 ഗെയിമിനെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചു. ഒന്ന് ഫുട്ബോളാണ്. ഫുട്ബോൾ ഈസ് ആൻ ഔട്ട്ഡോർ ഗെയിം. യൂഷ്വലി 11 or 7 players are there in a team. There is a goal post each both ends of the ground. The team which scores more goals wins the match. ക്ലിയർ ആണല്ലോ അല്ലേ? ഫുട്ബോളിൽ 7-11 പേരുണ്ടാകും. 2 അറ്റത്തും 2 ഗോൾ പോസ്റ്റ് ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ഗോള് ചെയ്യുന്ന ആളുകൾ വിജയിക്കും. അടുത്ത ബാഡ്മിന്റൺ ആണ്. ബാഡ്മിന്റൺ ഈസ് ആൻ ഔട്ട്ഡോർ ഗെയിം. പുറമെ കളിക്കുന്നതാണ്. ഇറ്റ് ഈസ് പ്ലേഡ് ബിറ്റ്വീൻ 2 സിംഗിൾ പ്ലേയേഴ്സ് വിച്ച് ഈസ് കോൾഡ് സിംഗിൾസ്. 4 players മേക്കിംഗ് 2 pairs വിച്ച് ഈസ് കോൾഡ് ഡബിൾസ്. 2 ആൾ കളിക്കുകയാണെങ്കിൽ സിംഗിൾസ് എന്ന് പറയും. 4 പേര് കളിക്കുകയാണെങ്കിൽ ഡബിൾസ് എന്ന് പറയും. ദ പ്ലേയേഴ്സ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഫേസിംഗ് ഈച്ച് അതർ. എ നെറ്റ് ഈസ് ഹങ് ബിറ്റ്വീൻ ദം. 2 ടീമും മുഖാമുഖം നിൽക്കും. അവര് ഇടയിൽ ഒരു നെറ്റ് കെട്ടിയിരിക്കും. ഇതാണ് അതിന്റെ ഷോർട്ട് വിശദീകരണം. ചെറുതായിട്ട് എഴുതിയിട്ടേ ഉള്ളൂ, വിശദമായിട്ട് എഴുതിയിട്ടില്ല. ഏതായാലും കൂട്ടുകാരെ, ഇങ്ങനെ ഈ വർക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളി എഴുതാൻ കഴിയുമെങ്കിൽ അത് എഴുതി, അതിന്റെ വിശദീകരണം എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇങ്ങനെ 2 പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്. കൂട്ടുകാർ, ഇന്ന് മാഷ് പാടിത്തന്ന ആ സോങ്ങും ഒന്ന് പാടിയാൽ പ്രവർത്തനം പൂർത്തിയായി. ഇത് എഴുതി ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ലിസിയും സാമുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം. ഈ പാഠത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.